നമസ്കാരം. രാവിലെ നമ്മൾ ന്യൂസ് തുറന്നപ്പം വളരെ വിഷമകരമായ ഒരു വാർത്ത. അതായത് ഫയർഫോഴ്സിലെ ആൾക്കാർ വന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ മോതിരം കുടുങ്ങിയവരുടെ മോതിരം കടിച്ചിടുക. ഇന്ന് രാവിലെ തന്നെ കേൾക്കുന്നു ഒരു പട്ടിയുടെ തല ഒരു മറ്റേ നമ്മുടെ ഗേറ്റിനകത്ത് പോയിട്ട് അത് മുറിച്ച് അതിനെ രക്ഷിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ. ഒരു ഐഫോൺ ഒക്കെ പോയോടെ ഐഫോൺ വരെ എടുത്തു കൊടുക്കാൻ നമ്മുടെ ഈ ഫയർഫോഴ്സുകാർ സഹായിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ഇന്ന് കേട്ട ഒരു ദാരുണമായി വിഷമിക്കുന്ന വാർത്ത 3 മരണങ്ങളാണ്. അതായത് അർച്ചന എന്ന സ്ത്രീ, അവരുടെ സുഹൃത്ത് ശിവകൃഷ്ണൻ, അതേപോലെ തന്നെ സോണി എസ് കുമാർ എന്ന് പറയുന്ന ഒരു ഈ പറഞ്ഞ പോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ. സംഭവം ഇതാണ്: കൊല്ലത്ത് നടന്ന ഒരു ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഒരു സ്ത്രീയാണ്. അവർക്ക് 3 മക്കളുണ്ട്. അവരുടെ കൂടെ കൂടിയ ഒരു സുഹൃത്ത്, സുഹൃത്ത്. ഈ ഒരുത്തനെ നമ്മൾ ഈ പറഞ്ഞ പോലെ സഹിച്ച ഒരു പരുവാകുമ്പോഴാണ് അവനെ ഉപേക്ഷിച്ച് പോകുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. വീണ്ടും ഒരുത്തനെ ഈ സ്വീകരിക്കുന്നത് എന്തിന്റെ പേരിലാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവന്റെ അടിയിടിയും കൊണ്ട് ചെറിയൊരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. അവന്റെ അടിയിടിയും കൊണ്ട് ഇവള് പോയി കിണറ്റിൽ ചാടുന്നു. കിണറ്റിൽ ചാടി ഈ കൂട്ടുകാരൻ ശിവകൃഷ്ണൻ എന്ന് പറയുന്നത് നല്ല വെള്ളമായിരുന്നു, അത്യാവശ്യം നല്ലപോലെ മദ്യപിച്ച് ആയിരുന്നു. അപ്പം ഇയാൾ തന്നെ ഫയർഫോഴ്സിനെ വിളിക്കുന്നു. ഇവർക്ക് അയൽവക്കക്കാരുമായിട്ടൊന്നും വലിയ ബന്ധമില്ല. ഫയർഫോഴ്സിനെ വിളിക്കുന്നു. ഫയർഫോഴ്സ് വന്ന് ഇവർക്ക് ബോധമുണ്ട്. അവർ അതിനകത്ത് കിടന്ന് വിളിച്ച് കരഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഫയർഫോഴ്സുകാർ കൃത്യമായിട്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സോണി എസ് കുമാർ എന്ന് പറയുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കിണറ്റിലിറങ്ങിയ സമയത്ത് വളരെ ദ്രവിച്ച് പഴക്കം ചെന്നൊരു കിണറായിരുന്നു. ഈ ശിവകൃഷ്ണൻ എന്ന് പറയുന്ന ആള് ടോർച്ച് അടിച്ച് കാണിക്കാനെന്ന് പറഞ്ഞ് ഈ കിണറിൻ്റെ അടുത്തോട്ട് പോയി വിത്തിൽ ഇങ്ങനെ ചാരി നിൽക്കുക വേണ്ടി ചെയ്തപ്പം ഈ 2 തൂണും എല്ലാം കൂടി ഇടിഞ്ഞു മറിഞ്ഞ് ഇയാൾ ഉൾപ്പെടെ കിണറ്റിൽ വീണ് 3 പേരും മരിക്കുന്ന ഒരു അവസരം. വളരെ വിഷമിപ്പിക്കുന്ന ഇവര് ചാകാൻ വേണ്ടി ചാടിയതാണ്. അവർ ചത്തെന്ന് പറഞ്ഞാലും നമുക്ക് ഇത്രയും വിഷമമില്ല. പക്ഷെ അതിന്റെ കൂടെ വെള്ളം അടിച്ച് ബോധമില്ലാതെ ഒരുത്തന്നെ അതിന്റെ കൂടെ ചാടി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര. പക്ഷെ ഒന്നും അറിയാതെ ഇവരെ രക്ഷിക്കാൻ വന്ന ഇയാൾ ഈ പരിപാടി കാണിച്ചില്ലായിരുന്നെങ്കിൽ അവരെ സുഖമായിട്ട് രക്ഷിക്കുമായിരുന്നു. അവർ ഈ സേഫ്റ്റി ആയിട്ടുള്ള കൊണ്ടിരുന്ന അതിനകത്തൊക്കെ ആക്കി ഇത് പൊക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അയാളുടെ തലച്ചോറൊക്കെ വെളിയിൽ വന്ന് വളരെ ഗുരുതരാവസ്ഥയിലാണ് എടുക്കാൻ സാധിച്ചത്. അങ്ങനെ 3 ദാരുണമായ മരണമാണ് നമ്മളുടെ മുമ്പിൽ ഇന്ന് രാവിലെ കേൾക്കാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ ഒന്നുകൂടെ ചിന്തിക്കണം. ഒരുത്തനെ ബുദ്ധിമുട്ടി ഈ 3 കുഞ്ഞുങ്ങളാണ് അനാഥമായത്. 3 കുട്ടികളാണ് അവർക്കുള്ളത്. ആ 3 കുട്ടികളുടെ കാര്യം, ഇവരൊരാളെ ആശ്രയിച്ച് കഴിഞ്ഞ 3 കുട്ടികൾ, അവരിനി എന്ത് ചെയ്യും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്നും അറിയാതെ എടുത്ത് ചാടി ഒരുത്തനെ ഉപേക്ഷിച്ചു, അടുത്തയാളുടെ പുറകെ പോന്നു, കല്യാണം കഴിച്ചിട്ടില്ല. എന്ത് ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്? ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനിയെങ്കിലും